മുതിർന്ന മാധ്യമപ്രവർത്തകനും കോളമിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശേഖർ ഗുപ്ത നിരീക്ഷിച്ചതുപോലെ 10 വർഷത്തിനിടയിൽ 3 പ്രധാന ചോദ്യങ്ങളാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തിയിരുന്നത്. ഒന്നാമത്തെ ചോദ്യം, BJP കോൺഗ്രസിനെ ഗൗരവമായി എടുക്കുമോ? രണ്ടാമത്തെ ചോദ്യം, രാഹുൽ ഗാന്ധിയെ BJPയും നരേന്ദ്രമോദിയും ഗൗരവത്തിലെടുക്കുമോ? മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ആസന്ന മരണം കാത്തുകഴിയുന്ന, ഏതാണ്ട് മരണം പ്രാപിച്ച കോൺഗ്രസിനെ പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അതിന് ഒരു ലൈഫ് നൽകുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ? എല്ലാവരെയും നിഷ്പ്രഭമാക്കുന്ന മോദിയുടെ രാഷ്ട്രീയ കാലത്ത് 3 ചോദ്യങ്ങളും 3 സന്ദേഹങ്ങളും പരമപ്രധാനമായിരുന്നു. 2024 ഇലക്ഷന് ശേഷം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടത്തിയ പ്രസംഗത്തോടെ BJPയും രാഹുൽ ഗാന്ധിയെ ഗൗരവത്തിൽ എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരിട്ട് ഇടപെടുന്നത് പാർലമെന്റിൽ തന്നെ നാം കണ്ടു. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും എഴുതിത്തള്ളാൻ കഴിയാത്ത വിധം രാഷ്ട്രീയ ചിത്രം മാറിയിരിക്കുന്നു. ശേഖർ ഗുപ്ത തൻ്റെ കോളത്തിൽ എഴുതിയതുപോലെ കോളം എഴുതുന്ന വെള്ളിയാഴ്ച JP നഡ്ഡ കോൺഗ്രസിനെതിരെ വിമർശനമുയർത്തി പ്രസംഗിക്കുന്ന ബൈറ്റാണ് ബ്രേക്കിംഗ് ആയി ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. BJPയും നരേന്ദ്രമോദിയും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഗൗരവത്തിലെടുക്കുന്നു. രാഹുൽ ഗാന്ധി സ്വയം സൃഷ്ടിച്ച ഇമേജ് ഗൗരവതരത്തിൽ ഉള്ളതായിരുന്നില്ല. അപക്വമായ രാഷ്ട്രീയ ഇടപെടലുകൾ മാത്രമായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയിരുന്നത്. രാഷ്ട്രീയവും അധികാരവും തനിക്ക് ചേർന്ന പണിയല്ല എന്ന് വ്യക്തമാക്കുന്ന അപ്പിയറൻസ് ആയിരുന്നു രാഹുൽ ഗാന്ധിയുടേത്. 2013 അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യം, പവർ ഈസ് പോയിസൺ, അധികാരം വിഷം പോലെ അപകടമാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അധികാരം വിഷമാണെന്ന വ്യൂ അല്ലെങ്കിൽ ഫിലോസഫി ഡെമോക്രസിയിൽ ഒരിക്കലും ഉചിതമായ നിലപാടാണെന്ന് കരുതാൻ കഴിയില്ല. അധികാരം രാഷ്ട്ര നിർമ്മിതിക്കും ജനസേവനത്തിനും ഭാവിയുടെ പുനർനിർമ്മാണത്തിനും വരും തലമുറക്കും ക്രിയാത്മകമായി ഉപയോഗിക്കുകയാണ് ഉള്ളവർ ചെയ്യുക. അധികാരം ലഹരിയായി, ഒഴിയാബാധയായി ആരെയും പിടികൂടരുത് എന്ന ഫിലോസഫി അംഗീകരിക്കാം. ജനസേവനത്തിന് കിട്ടുന്ന അവസരം വിനയത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഭരണഘടന അനുവദിക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചപ്പോൾ ഉണ്ടായ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. അധികാരമില്ലാത്തവർക്ക് വിസിബിലിറ്റി ഡെമോക്രസിയിൽ അസാധ്യമാണ്. 2024 മുമ്പും രാഹുൽ ഗാന്ധി ചെറിയ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. 2018 രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ 3 സംസ്ഥാനങ്ങളിലും മിന്നും വിജയമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു. ആ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഈസി ടേക്ക് ഓവറിലാണ് 2019 ഇലക്ഷനിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്നത്. പുൽവാമയുടെ പശ്ചാത്തലത്തിൽ വലിയ തിരിച്ചടി 2019 കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും കിട്ടി. രാഹുൽ ഗാന്ധി ഓൾമോസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് പലപ്പോഴും നാം കാണാറുള്ളത്. ആസന്ന മൃതി കാത്തു കഴിയുന്ന കോൺഗ്രസിന് ജീവൻ നൽകിയത് രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ ഭാരത് ജോഡോ യാത്രയാണ്. ഐഡിയോളജിക്കൽ ബേസ് അഥവാ രാഷ്ട്രീയ അടിത്തറ ഉണ്ടാക്കാൻ യാത്ര സഹായിച്ചു. ഭാരത് ജോഡോ വേഴ്സസ് ഭാരത് തോഡോ, ഇന്ത്യയെ ഒന്നിപ്പിക്കണോ അല്ലെങ്കിൽ ഭിന്നിപ്പിക്കണോ, ലവ് വേഴ്സസ് ഹെയ്റ്റ്, വെറുപ്പിനെതിരെ സ്നേഹം, സെക്കുലർ വേഴ്സസ് കമ്മ്യൂണൽ, വർഗീയതയ്ക്ക് പകരം മതേതരത്വം, ആം ആദ്മി വേഴ്സസ് അദാനി അംബാനി, അദാനിക്കും അംബാനിക്കും പകരം സാധാരണക്കാർ, ഗാന്ധി വേഴ്സസ് സർവേക്കർ, സർവേക്കറിന് പകരമായി ഗാന്ധിജി. ഇന്ത്യയുടെ ജനാധിപത്യ ആശയങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടായിരുന്നു ആ ക്യാമ്പയിൻ. 2024 ഇലക്ഷനിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേഴ്സസ് മനുസ്മൃതി, ഭരണഘടന വേണോ മനുസ്മൃതി വേണോ? BJPയുടെ തീവ്ര ദേശീയവാദത്തിന് ഭരണഘടന ഉയർത്തി മറുപടി നൽകാൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും സാധിച്ചു. അനിതര സാധാരണമായ താരപദവിയാണ് ഭരണഘടനയ്ക്ക് ഇലക്ഷൻ ക്യാമ്പയിനിൽ ലഭിച്ചത്. സംവരണവും ഭരണഘടനാ മൂല്യവും എല്ലാം എടുത്തെറിഞ്ഞ് മനുസ്മൃതിയെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിച്ച നരേന്ദ്രമോദിയെ ഭരണഘടനയിൽ മുത്തം ചെയ്യിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധിച്ചു. ചെങ്കോലും കിരീടവും രാജഭരണവും ആഗ്രഹിച്ച മോദിയെ ജനാധിപത്യ പാഠവും മൂല്യവും പഠിപ്പിക്കാൻ
ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സാധിച്ചു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.